ഒരു തെളിവ് പോലും ബാക്കി വെക്കാതെ 25 പേരെ ഒരു കപ്പലിൽ നിന്നും കാണാതാകുന്നു. 1955-ലാണ് സംഭവം. പസഫിക് സമുദ്രത്തിലൂടെ ഒരു കപ്പൽ തനിയെ ഒഴുകുന്നത് കണ്ടെത്തി. ഉപേക്ഷിക്കപ്പെട്ട നിലയിലും കേടുപാടുകൾ സംഭവിച്ചും അതിലെ ജീവനക്കാരുടെ ഒരു തുമ്പും ഇല്ലാതെയുമാണ് കപ്പൽ കണ്ടെത്തിയത്. അതായിരുന്നു MV ജോയിറ്റ. ഉത്തരമില്ലാത്ത നിരവധി ചോദ്യങ്ങൾ ഉയർത്തിയ ഒരു ഭൂതക്കപ്പൽ. 1955 ഒക്ടോബർ 3-ന് MV ജോയിറ്റ സമോവായിൽ നിന്ന് ടോക്കലാവോ ദ്വീപിലേക്കുള്ള ഒരു പതിവ് യാത്രയ്ക്ക് പുറപ്പെട്ടു. ക്യാപ്റ്റനും ജീവനക്കാരും യാത്രക്കാരുമൊക്കെയായി 25 പേർ ഉണ്ടായിരുന്നു. യാത്ര 2 ദിവസം കൊണ്ട് തീരേണ്ടതായിരുന്നു. എന്നാൽ ജോയിറ്റ യാത്ര പൂർത്തിയാക്കിയില്ല. പിന്നീട് വലിയ തിരച്ചിലുകൾ തന്നെ നടത്തി. എന്നാൽ കപ്പലിനെയോ യാത്രക്കാരെയോ കുറിച്ചുള്ള സൂചനകളൊന്നും കണ്ടെത്താനായില്ല. അവസാനം 5 ആഴ്ചകൾക്ക് ശേഷം നവംബർ 10-ന് ജോയിറ്റയെ 600 മൈൽ അകലെ നിന്ന് കണ്ടെത്തി. കപ്പൽ ഭാഗികമായി തകർന്ന നിലയിലാണ് കണ്ടെത്തിയത്. എന്നാൽ ഏറ്റവും വിചിത്രമായ കാര്യം അതിലുണ്ടായിരുന്ന മനുഷ്യരെ ഒന്നും കണ്ടെത്താനായില്ല എന്നതാണ്. യാത്രക്കാരുടെയും ജീവനക്കാരുടെയും പാഴ്സലുകൾ അവിടെ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ ഒരു ഡോക്ടറുടെ ബാഗും അതിൽ രക്തം പുരണ്ട ബാൻഡേജുകളും ഉണ്ടായിരുന്നു. എമർജൻസി ചാനലിലേക്ക് റേഡിയോ ട്യൂൺ ചെയ്തു വെച്ചിരുന്നു. പക്ഷേ അത് പ്രവർത്തിച്ചില്ല. ലൈഫ് റാഫ്റ്റുകൾ കാണാനില്ല. ലോഗ് ബുക്കും നാവിഗേഷൻ ഉപകരണങ്ങളും കാണാനില്ല. അപകടം സംഭവിച്ചാലും മുങ്ങാത്ത കപ്പലാണ് ജോയിറ്റ. എന്നിട്ടും എന്തിനാണ് എല്ലാവരും കപ്പൽ ഉപേക്ഷിച്ചത്? ഈ നിഗൂഢത വിശദീകരിക്കാൻ പല സിദ്ധാന്തങ്ങളും ഉയർന്നു വന്നു. പെട്ടെന്നുണ്ടായ കടൽക്ഷോഭം പരിഭ്രാന്തി പരത്തിയെന്നും ജീവനക്കാർ കപ്പൽ ഉപേക്ഷിച്ചെന്നും ചിലർ പറയുന്നു. മറ്റു ചിലർ ഇത് കള്ളക്കടത്തോ ആക്രമണമോ ആണെന്ന് പറയുന്നു. ഒരു സമയത്ത് രഹസ്യമായി സൈനിക പ്രവർത്തനമാണിതെന്ന് പോലും പറയപ്പെട്ടു. പക്ഷേ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് ആർക്കും അറിയില്ല. ഇന്നും ആ 25 പേർക്ക് എന്താണുണ്ടായതെന്ന് ആർക്കും കണ്ടെത്താനായിട്ടില്ല. MV ജോയിറ്റ ചരിത്രത്തിലേക്ക് ഒഴുകിയ ഒരു നിഗൂഢമായ ഭൂതക്കപ്പലായി ഇന്നും തുടരുന്നു. നിഗൂഢതകൾ നിറഞ്ഞ ലോകത്തെ നിഗൂഢ കഥകളുമായി മിസ്റ്റിക് മലയാളം വീണ്ടും വരുന്നതാണ്. കഥകൾ തുടർന്നും ആസ്വദിക്കുവാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.